ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ലെയാസ് ആർട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ ഫേസ് ക്ലീനിങ് ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടി, അതിൻ്റെ കൂടെ നമുക്കൊരു 2 സ്പൂൺ പാൽ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി, പാലും. റാഗി എപ്പോഴും അവൈലബിൾ അല്ല. റാഗി കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നാറ്. അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ച അരിപ്പൊടിയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പച്ച അരിപ്പൊടിയും പച്ച പാലും, കാച്ചിയ പാല് നല്ലത്, പച്ചപ്പാലാണ്. സ്കിന്നിൻ്റെ ടാനൊക്കെ ഒന്ന് പോയി ഒരു ക്ലീനിങ് ഈസി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ക്ലീനിങ്. അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പം വിലപിടിപ്പുള്ള സ്ക്രബൊന്നും മേടിച്ച് ഉപയോഗിക്കണമെന്നില്ല. ഇതുകൊണ്ട് നമുക്ക് വളരെ നീറ്റായിട്ട് അതൊക്കെ മാറ്റിയെടുക്കാവുന്നുള്ളത്. പക്ഷേ കുറച്ച് നന്നായി ശ്രദ്ധിക്കണം. കൂടുതലുള്ളവർ അതനുസരിച്ച് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ടൈംസ് ഇൻ എ വീക്കെങ്കിലും നമ്മളിത് ചെയ്യാൻ നോക്കണം. എങ്കിലേ നമ്മുടെ സ്കിൻ നന്നായിരിക്കുള്ളൂ. അത് കുറേ പ്രശ്നം ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ നോക്കരുത്. ഒരു അപ്രോച്ച് നമുക്ക് അതിനോട് ഉണ്ടാവണം. മുഖത്തും അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഓപ്പൺ നെക്കുള്ള ഡ്രസ്സാണ് നല്ലത്. ഞാനിപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ നെക്കിലൊക്കെ ചെയ്യുമ്പോൾ ഇത് പിന്നെ ഡ്രസ്സിലായാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ അത്ര കാര്യം പ്രസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് ഈ പോർഷനാണ്. എപ്പോഴും നമുക്ക് ഈ പോർഷനും അതേപോലെ ഇവിടെ അത് അധികമുള്ളവർ നന്നായി ഇടയും നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എനിക്കിപ്പോൾ ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഇല്ല. അത് കാരണം ഞാൻ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് മസാജ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മസാജ് എപ്പോഴും മുകളിലേക്കായിരിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ചുണ്ടത്തും ചെയ്യാറുണ്ട്. കാര്യം എൻ്റെ ചുണ്ട് കുറച്ച് ഡാർക്കാണ്. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ്സ് പോലെയല്ല. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ചുണ്ടിൽ മസാജ് വേണമെന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ചുണ്ടിൽ മസാജ് കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. മസാജ് പ്രധാനമായിട്ട് സർക്കുലേഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് ഏറ്റവും അത്യാവശ്യം സർക്കുലേഷൻ വേണം. കാണുന്ന പോർഷൻ അവിടെ നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നെക്ക്, അതുപോലെ ചെവി, കണ്ണിന് വട്ടം ചെയ്യുമ്പോൾ മാത്രം വളരെ ശ്രദ്ധിക്കുക. വളരെ മൈൽഡായിട്ടുള്ള മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് സ്ട്രോങ് ആയിട്ട് ചെയ്യരുത്. വളരെ സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ. അതുമാതിരി നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ മസാജ് ചെയ്യാൻ പാടില്ല. വളരെ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴുകാൻ ശ്രദ്ധിക്കണം. 5 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്ക് ഡ്രൈ ആവും. മുഖത്ത് ഒരു സാധനങ്ങളും അപ്ലൈ ചെയ്ത് വളരെ ഡ്രൈ ആവാൻ ഒരിക്കലും വയ്ക്കാൻ പാടില്ല. ഇതുമാത്രമല്ല, ഒന്നും ഇത്ര ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതല്ലേ. എല്ലാവർക്കും ചെയ്ത് നോക്കാം. സ്കിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നല്ല ഒരു ഡിഫറൻസ്. എന്തായാലും ചെയ്തതല്ല. ഐബ്രോസിനെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. വെറുതെ വിടണ്ട. നമ്മുടെ മുഖം നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഇരിക്കും. ഇതൊക്കെ നല്ല ആൻറ്റി ഏജിങ് ഇഫക്റ്റ് തരുന്ന പ്രോഗ്രാംസാണ്. ടാൻ മാത്രമല്ല പോണത്. ഇത് നമ്മളെപ്പോഴും ഓർമ്മ വേണം. വയസ്സായ പാടുകൾ ഉണ്ടാവരുതെന്നും സ്കിൻ ഗ്ലോ വേണമെന്നും നന്നായിരിക്കണമെന്നും ആഗ്രഹിക്കാത്ത ആരുള്ള ആവശ്യം. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഞാനിപ്പോൾ മുഖം നന്നായി ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഡിഫറൻസ്. ആ ഒരു റഫ്നെസ് പോയി നല്ല സ്മൂത്ത് ആവും. നല്ലൊരു സിൽക്കി ഫീൽ ആവും. ആക്ച്വലി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി സെറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതല്ലാണ് ഈ പോർസൊക്കെ ഒന്ന് അടഞ്ഞു പോകുന്നതിന് വേണ്ടി. എൻ്റെ അടുത്ത് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല.
ഞാനിപ്പോൾ ഇത്തിരി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.